Bridal Craft, The Wedding Mall, Pan Bazaar, Tirur. തിരൂർ പറവണ്ണയിൽ UDF പ്രചരണ ബോർഡുകൾ CPM പ്രവർത്തകർ നശിപ്പിച്ചതായി UDF. ഇന്നലെ പറവണ്ണയിൽ നടന്ന LDFന്റെ സംഗീത പരിപാടിക്കിടെയാണ് ബോർഡുകൾ നശിപ്പിച്ചത്. ഇടതുപക്ഷം വിജയിക്കുന്ന സമയത്തൊക്കെ തീരദേശത്ത് അക്രമം അഴിച്ചുവിടുകയാണെന്ന് UDF നേതാക്കൾ. ഇവിടെ 111 ബൂത്താണിത്. അപ്പോൾ നമ്മളിവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ വർഷങ്ങളായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നിൽക്കുന്നൊരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളാരും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാറില്ല. കാരണം പരിപാടി എന്നൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർ ഇവിടെ പരിപാടി സംഘടിപ്പിക്കുമ്പോഴൊക്കെ ഇവിടെ പ്രയാസമാണ്. കാരണം 2006 ഇവിടെ ഇടതുപക്ഷം ജയിച്ചതിന് ശേഷമാണ് ഈ തീരദേശത്ത് ഈ പറവണ്ണ, ആലിഞ്ചോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് ആക്രമണം ഉണ്ടായത്. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിവിടെ സമാധാനം സ്ഥാപിച്ചെടുത്തത്. അതിനുശേഷം 2016 ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന B. അബ്ദുറഹിമാൻ ജയിച്ചതിന് ശേഷമാണ് ഈ പ്രദേശത്ത് വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത് വന്നവർ വ്യാപകമായിട്ട് 15ഓളം വീടുകൾ ആക്രമിച്ചത്. സമാനമായ ഒരു രീതിയിലേക്കാണ് ഇപ്പോഴും വീണ്ടും ഇവിടെ ഈ തിരൂർ മണ്ഡലത്തിൻ്റെ ഈ പ്രദേശത്തിനെ ഇടതുവശം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ 11ാം ബൂത്തിൽപ്പെട്ട ഭാഗങ്ങളിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ 6ഓളം ഫ്ലെക്സുകൾ വ്യാപകമായിട്ട് തകർത്തിരിക്കുകയാണ്. ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് വീണ്ടും ഇവരിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പല ടൈമിലും അത് കണ്ണ് ചിമ്മാറുണ്ട്. പക്ഷേ ഇത് ഇത്രയും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ രീതിയിൽ ഇത് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ ഇത്രയും പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട പ്രവർത്തകരെ പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇലക്ഷൻ ഇന്ന് വരും, നാളെ പോകും, അത് സ്വാഭാവികമാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഇവിടെ ഫ്ലെക്സുകൾ തകർക്കുന്നുണ്ട്, കൊടിതോരണങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. അതിവിടെ ഈ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കാൻ വന്ന B. അബ്ദുറഹിമാൻ്റെ പണത്തിൻ്റെ പിൻബലത്തിലാണ് ഇവരിതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ ആരോപിക്കാനുള്ളത്. 9 മണിയാകുമ്പോഴാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങളിത് നേരത്തെ കണക്കൂട്ടിയതാണ്. ഇവിടെ പരിപാടികൾ നടത്തുന്നത് തന്നെ അക്രമാസക്തമാകും എന്നുള്ളൊരു സൂചന ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്തിന് മുമ്പ് ഇതവിടുത്തെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചതാണ്. അവർ ഇത്തരം പരിപാടികൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ എത്ര ഫ്ലെക്സുകളാണ് ഇപ്പോൾ തകർത്തിട്ടുള്ളത് നമുക്കാർക്കും ഇത് അറിയാഞ്ഞിട്ടല്ലല്ലോ. ഒരു പ്രദേശത്ത് സമാധാനം നിലനിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ പ്രയാസമില്ലാത്തതും പ്രശ്നങ്ങൾ വീണ്ടും ഇല്ലാതിരിക്കുന്നതും. അത് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കി ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും. ഇതിൽ നമ്മളിപ്പോൾ വ്യക്തമായിട്ട് ആളുകളെ പേരുകളൊന്നും ഞങ്ങൾ പറയുന്നില്ല. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ആ സൂചന ബന്ധപ്പെട്ട പോലീസുകാർക്ക് അറിയാമല്ലോ. CPM ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ് അത് ചെയ്തിട്ടുള്ളതെന്നാണ് ഞങ്ങളെ 100% ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരത് ആ നടപടി എടുക്കാമെന്ന് നമുക്ക് വാക്ക് തന്നിട്ടുമുണ്ട്. അല്ല, ഇതുമായി ബന്ധപ്പെട്ട അക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ അതേ രീതിയിൽ എന്തായാലും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരുപാട് പ്രയാസം ഞങ്ങൾ ഇവിടെ അനുഭവിച്ച ആളുകളാണ്. അത് ബന്ധപ്പെട്ട ആളുകളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ബന്ധപ്പെട്ടവരെ CPMന്റെ പ്രാദേശിക നേതൃത്വത്തോട് ഞങ്ങൾ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതൽ വ്യാപകമായിട്ട് ഈ കൊടിതോരണങ്ങളും അല്ലെങ്കിൽ ഫ്ലെക്സുകളൊക്കെ ഇങ്ങനെ തകർക്കുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് പരാതിപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനോ ഞങ്ങൾ പോക്കില്ല. ഇന്നിവിടെ തികച്ചും അത് അവർ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന് പെർമിഷൻ പോലും കൊടുത്തിട്ടില്ല. പട്ടുറുമാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ബീച്ചിൽ നടത്തിയിട്ട് അതിൻ്റെ മറവിലാണ് ഈ വ്യാപകമായിട്ടുള്ള ഈ ചെയ്തികൾ ഇവർ ചെയ്തിട്ടുള്ളത്. കൂട്ടായി ബഷീർ പോലത്തെ ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മറ്റുള്ള സ്ഥാനാർത്ഥി എത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർ പോയ ശേഷമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെ. എന്നാൽ ഇന്നലത്തെ സംഭവങ്ങളോടുകൂടി പ്രദേശത്തെ പൊതുയിടങ്ങളിലുള്ള ബോർഡുകൾ അഴിച്ചുമാറ്റാൻ ഇരുകൂട്ടർക്കും പോലീസ് നിർദ്ദേശം നൽകി. പറവണ്ണ കടപ്പുറത്ത് ഇന്നലെ നടന്ന പരിപാടിക്ക് പോലീസ് അനുമതി നൽകിയിട്ടില്ലെന്നും CPM നേതാക്കൾ പ്രസംഗിച്ച് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ബോർഡുകൾ നശിപ്പിക്കൽ അടക്കമുള്ള പ്രവൃത്തികൾ ഇവർ ചെയ്തതെന്നും UDF നേതൃത്വം പറയുന്നു. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും.
ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.